ദേശീയപാത 85-ൽ അടിമാലി ലക്ഷംവീട് ഭാഗത്തുണ്ടായ മണ്ണിടിച്ചിലിനെ തുടർന്ന് ദുരിതത്തിലായ കുടുംബങ്ങൾ കരാർ കമ്പനിയുടെ അടിമാലിയിലെ യാർഡിനു മുമ്പിൽ ഉപരോധ സമരം സംഘടിപ്പിച്ചു. പുനരധിവാസവുമായി ബന്ധപ്പെട്ട കുടുംബങ്ങൾക്ക് നൽകിയ ഉറപ്പുകൾ പാലിക്കപ്പെടാത്ത സാഹചര്യത്തിലായിരുന്നു അടിമാലി ലക്ഷംവീട് ജനകീയ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ഉപരോധ സമരം നടത്തിയത്. പുനരധിവാസവുമായി ബന്ധപ്പെട്ട തങ്ങൾക്ക് നൽകിയ ഉറപ്പുകൾ പാലിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകണമെന്നാണ് കുടുംബങ്ങളുടെ ആവശ്യം. 2025 ഒക്ടോബർ മാസത്തിലായിരുന്നു ദേശീയപാത 85ന്റെ നിർമ്മാണ ജോലികൾ നടന്നു വന്നിരുന്ന അടിമാലി ലക്ഷംവീട് ഭാഗത്ത് വലിയ മണ്ണിടിച്ചിലുണ്ടായത്. പാതയോരത്ത് നിന്ന് മണ്ണിടിഞ്ഞെത്തിയതോടെ റോഡിന് താഴ്ഭാഗം ലക്ഷംവീട് ഭാഗത്തുണ്ടായിരുന്ന കുടുംബങ്ങളുടെ കിടപ്പാടം ഇല്ലാതായി. ഒരാൾ മരണപ്പെടുകയും ചെയ്തു. എന്നാൽ സംഭവം നടന്ന 3 മാസത്തോളം അടുക്കുമ്പോഴും പുനരധിവാസവുമായി ബന്ധപ്പെട്ട് കുടുംബങ്ങൾക്ക് നൽകിയ ഉറപ്പുകൾ പാലിക്കപ്പെടാത്തതാണ് പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുള്ളത്. NH അധികാരികൾ നീതി പാലിക്കുക, കരാർ കമ്പനിയുടെ അനാസ്ഥ അവസാനിപ്പിക്കുക, ജില്ലാ കളക്ടറുടെയും മന്ത്രിമാരുടെയും നേതൃത്വത്തിലെടുത്ത തീരുമാനങ്ങൾ നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് അടിമാലി ലക്ഷംവീട് ജനകീയ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ കരാർ കമ്പനിയുടെ അടിമാലിയിലെ യാർഡിന് മുന്നിൽ ഉപരോധ സമരം നടത്തിയത്. പ്രാഥമിക സഹായം എന്നുള്ള നിലയിൽ 15,000 രൂപ വെച്ച് മുഴുവൻ കുടുംബങ്ങൾക്ക് കൈമാറാനും വാടകയ്ക്ക് മാറുന്ന 30 വീട്ടുകാർക്ക് വാടക നൽകണമെന്നുമാണ് അന്ന് തീരുമാനിച്ചിരുന്നത്. ഈ തീരുമാനങ്ങളൊന്നും ഈ നാഷണൽ ഹൈവേ ഓഫ് ഇന്ത്യ അതോറിറ്റിയും അതുപോലെ തന്നെ EKK കൺസ്ട്രക്ഷൻ ഗ്രൂപ്പും അംഗീകരിക്കാത്തതിൻ്റെയും നടപ്പിലാക്കാത്തതിൻ്റെയും അടിസ്ഥാനത്തിലാണ് ഈ സമരവുമായിട്ട് പോയിട്ടുള്ളത്. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TS സിദ്ദിഖ് ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തു. ലക്ഷംവീട് ഭാഗത്തെ ഗ്രാമപഞ്ചായത്ത് അംഗം ലതാ സലീം സമരത്തിൽ അധ്യക്ഷത വഹിച്ചു. അടിമാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബാബു P കുര്യാക്കോസ, ഗ്രാമപഞ്ചായത്ത് അംഗം TK ഷാജി തുടങ്ങിയവർ സംസാരിച്ചു. കുടുംബങ്ങൾക്ക് പിന്തുണയുമായി വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും സമരപന്തലിലെത്തി. സൂചനാ സമരമെന്ന നിലയിലാണ് യാർഡിന് മുമ്പിലെ റോഡിൽ സമരപന്തൽ കെട്ടി കുടുംബങ്ങൾ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചത്. പ്രശ്നത്തിന് പരിഹാരമാകുന്നില്ലെങ്കിൽ ശക്തമായ തുടർ സമരങ്ങളിലേക്ക് പോകുവാനാണ് ലക്ഷംവീട് ജനകീയ സംരക്ഷണ സമിതിയുടെ തീരുമാനം. സിറ്റി വിഷൻ, അടിമാലി.